നല്ല ഒന്നാം തരം പൊറോട്ടയും താറാവ് കറിയും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു താറാവാണ്. ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഇത് 2 കിലോ അടുത്തുള്ള താറാവാണ്. അതിനെ ഒന്ന് കറി വെച്ച് നോക്കാം. കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം കട്ട് ചെയ്ത് റെഡിയാക്കി അതിന് ശേഷം വിനെഗറും ഉപ്പും എല്ലാം കൂടി ഇട്ട് ഞെരടി അതിന് ശേഷം കഴുകി എല്ലാം തോർത്തിയെടുത്തു. അപ്പം ഉള്ളിയും അതുപോലെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ചിക്കനെക്കാട്ടിൽ സ്വല്പം കൂടെ വേവുണ്ട്. അപ്പം ഏകദേശം 2 വിസിലടിച്ചു. അപ്പം നമ്മളിത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഒരു പാൻ എടുക്കുക, അടുപ്പിൽ വെക്കുക. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം കടുക് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ ഇടുകയാണ്. അതേസമയം തന്നെ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ച താറാവ് അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയുടെ കൂട്ടത്തിലിടുക. എന്നിട്ട് നന്നായിട്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാളയാണ് നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എടുത്തത്. അത് നമ്മൾ ഇതേ എണ്ണയിലോട്ടിട്ട് അതും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം മൂക്കുന്നതിന് നല്ലതാണ് ഉള്ളി. ഇപ്പം ഉള്ളി വഴണ്ട് വന്നു. ആ സമയത്ത് തന്നെ നമ്മൾ ഒരു 3-4 പീസ് ഉരുളക്കിഴങ്ങ്, അപ്പോൾ 1-2 ഉരുളക്കിഴങ്ങ് മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേന് നമ്മൾ ഒരു തക്കാളിക്കായുടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ പൊടികൾ ഇടാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്. ഇപ്പം ചിക്കൻ മസാല നമ്മൾ 1 സ്പൂണ് ആഡ് ചെയ്തു. നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ഇട്ടാണ്. കൂടാതെ നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി കൂടെ. താറാവ് കറിക്ക് എപ്പോഴും കുരുമുളക് പൊടിയാണ് നല്ലത്. നമ്മൾ ഒരു സ്വല്പം ഗരം മസാലയോട് ആഡ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കുക. വെച്ചാൽ താറാവിൻ്റെ കുറച്ച് അതിൻ്റെ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടാണ് ഗ്രേവി നമ്മളിതുപോലെ റെഡിയാക്കിയത്. വെന്ത് വെച്ച താറാവ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. നമ്മളിത് കുക്കറിൽ 3/4 ഭാഗമേ വെന്തിട്ടുള്ളായിരുന്നു. നമ്മൾ ഗ്രേവിയുടെ കൂടെ ഇതിനി ഇപ്പോൾ ഇതിനിപ്പം വെന്ത് നല്ലതുപോലെ പറ്റട്ടെ, കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം റെഡിയായി വരുമ്പോഴത്തേനും നമ്മളൊരു 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി നല്ലപോലെ വേണം ഈ കറിക്ക്. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് പറ്റി വരുമ്പോഴത്തേന് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അത് അധികം തിളപ്പിക്കാതെ ഇത് നമ്മൾ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇത് രുചികരമായ താറാവ് കറി റെഡി ആയിരിക്കുകയാണ്. ഇതിപ്പം സെർവ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. അപ്പം നമുക്ക് നല്ല ചൂട് പൊറോട്ട ഉണ്ട്, അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ കറി കഴിക്കാൻ പോകുന്നത്. നല്ല ഗ്രേവിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല കളറൊക്കെ, നല്ല ചൂടാണ്. നല്ല കുരുമുളകൊക്കെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ. ആ ഗ്രേവിക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്കിത് വീടുകളിലൊക്കെ നല്ല ചൂടായതുകൊണ്ടാണ് ഇത് കഷ്ണം കഴിക്കാത്തത്. എന്നാലും നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലായി. നിങ്ങൾക്കിത് വീടുകളിലുണ്ടാക്കി പരീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു.